ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക്. ജാമ്യത്തിനായി NIA കോടതിയെ സമീപിക്കേണ്ട എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സഭാ നേതൃത്വത്തിന്റേതുൾപ്പെടെയുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. നമുക്കിപ്പം ഛത്തീസ്ഗഡിൽ നിന്ന് അനൂപ് ദാസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, ഇന്നലെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഛത്തീസ്ഗഡ് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നത്. വലിയ ആഘോഷമൊക്കെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. ബിലാസ്പൂരിലെ NIA കോടതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നത്. സഭാ നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്താണ് അനൂപ? ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി പോകാനുള്ള സാഹചര്യം എന്താണ്? NIA കോടതിയിൽ പോയാൽ ഒരുപക്ഷെ 90 ദിവസം വരെ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന സാഹചര്യമുണ്ട്. UAP അടക്കം ചുമത്തിയേക്കുമെന്ന ആശങ്കയുണ്ട്. അതാണോ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള കാരണം? അതെ, ഈ നിലവിൽ NIA കേസെടുക്കാത്ത സാഹചര്യത്തിൽ NIA കോടതിയെ സമീപിക്കേണ്ടതില്ല എന്ന നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന ഒരു ധാരണയിലേക്ക് ഇപ്പോൾ സഭയും ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീകളുടെ കുടുംബവും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പരമാവധി ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യത്തിനുള്ള അപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ നിലവിൽ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഭാഷകരല്ല, പകരം അഭിഭാഷകരെ തേടുന്നുണ്ട്. കോൺഗ്രസ് MLA ഇവിടെ ഉണ്ട്. അവർ പറയുന്ന കാര്യം, വേണമെങ്കിൽ ഡൽഹിയിൽ നിന്നുൾപ്പെടെ അഭിഭാഷകരെ ഏർപ്പാടാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ സഭ പറയുന്നത് അതിന്റെ ആവശ്യം ഇപ്പോൾ തൽക്കാലമില്ല, ഞങ്ങൾ ഈ കാര്യങ്ങൾ നീക്കിക്കൊള്ളാം എന്നുള്ളതാണ്. എന്തായാലും സഭയ്ക്കൊപ്പം നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു കോൺഗ്രസും, ഒപ്പം ഈ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളും. ഈ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് അത് വളരെ പ്രധാനമാണ്. ആദ്യത്തെ ദിവസം സമൂഹ മാധ്യമമായ എക്സിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് വന്നത്. വിഷ്ണുദേവ് സായുടെ ഒരു പോസ്റ്റ് വന്നു. അതിൽ തന്നെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ, ആ പോസ്റ്റിൽ തന്നെ, ഇതിപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണല്ലോ, അപ്പോൾ തന്നെ മതപരിവർത്തനം നടന്നു എന്നാണ് ആ പോസ്റ്റിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പറയുന്നു, പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയോ അനൂപ് ആന്റണി പറയുന്നത് പോലെയോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഫലം കാണുന്നില്ല. ഛത്തീസ്ഗഡ് സർക്കാർ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ്. ആര്യ, ഇത് സിസ്റ്റർ പ്രീതി മേരിയുടെയും അല്ലെങ്കിൽ വന്ദന ഫ്രാൻസിസിന്റെയും മാത്രം പ്രശ്നമല്ല. ഈ രണ്ട് ആളുകൾ ജയിലിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം, അല്ലെങ്കിൽ കേരളം അത് വലിയ സജീവമായി ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ നടക്കുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. അത് ആസൂത്രിതമായ ആക്രമണമാണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ബജ്രംഗ് ദളാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിലുള്ളത്. ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ സംഘടനയാണ്. ആ ബജ്രംഗ് ദളിന്റെ നേതാക്കൾ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് ഈ കേസിൽ അകപ്പെടുന്നത് അല്ലെങ്കിൽ കുഴപ്പത്തിലാവുന്നതൊക്കെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ആക്രമണം അയച്ചുവിടുന്ന ബജ്രംഗ് ഒരു കേസ് പോലും ഇതിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് സംസ്ഥാനത്ത് BJPയുടെയും ഇവിടെ ഛത്തീസ്ഗഡിൽ BJPയുടെയും സംഘപരിവാറിന്റെയും തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്ന വലിയ വ്യാപകമായിട്ടുള്ള ആക്ഷേപമുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടിനെ നമ്മൾ കാണേണ്ടത്. യാതൊരു മാറ്റവുമില്ല, ഇത് മനുഷ്യക്കടത്താണ്, ഇത് മതപരിവർത്തനമാണ് എന്ന് ഇവിടുത്തെ BJPക്ക് നിലപാടുണ്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇന്നലെ സെഷൻസ് കോടതി പറയുകയാണ്, ഈ ചുമത്തിയിരിക്കുന്ന 2 കുറ്റങ്ങളും അത് പരിഗണിക്കാനുള്ള അധികാര പരിധി സെഷൻസ് കോടതിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കീഴ്ക്കോടതി ഈ 2 കന്യാസ്ത്രീകളെയും അതേ കുറ്റത്തിന് റിമാൻഡിൽ വിടുക? ഉണ്ടായിരുന്നു. നേരത്തെ ഈ കേസിൽ ഹാജരായ അഭിഭാഷകൻ ഉൾപ്പെടെ ആ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് കോടതിയോട് ചോദിച്ചെങ്കിലും കോടതി ആ ചോദ്യത്തെ തള്ളുകയായിരുന്നു. എന്തായാലും NIA കോടതിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഇനിയും കാലതാമസം വരും ജാമ്യത്തിന് എന്ന ബോധമുള്ളത് കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ധാരണയിലേക്ക് ഇപ്പോൾ സഭയും കുടുംബാംഗങ്ങളും എല്ലാം എത്തിയിട്ടുള്ളത്.